കൂട്ടുകാരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുളയരിയെക്കുറിച്ചിട്ടാണ്. ഇതിങ്ങനെ ഈ രീതിയിലാവണമെങ്കിൽ 45 വർഷത്തോളം നമ്മൾ കാത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടത് നശിച്ചു പോകാം, ഇല്ലി നശിച്ചു പോവുകയാണ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അരി ശേഖരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചോട് നല്ലതായിട്ട് വൃത്തിയാക്കിയതിൻ്റെ ചൂടിനടിച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ചാണാൻ മെഴുകിയോ അല്ലെങ്കിൽ പാവിരിച്ചോ അങ്ങനെ അരി ശേഖരിച്ചെടുത്തിട്ട് നല്ലപോലെ മുറത്തിലിട്ട് പേറ്റി എടുത്തതിൻ്റെ ശേഷം ഉരലിലിട്ട് കുത്തി അരിയാക്കി എടുത്ത് ആ അരി കൊണ്ടാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. വളരെ പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരമാണ് മുളയരി. അതുപോലെ ഔഷധമാണ്, ഔഷധ ഗുണമുള്ളതാണ് മുളയരി. ഉണ്ണിക്കുട്ടന് അച്ഛൻ ഉണ്ടാക്കി തരാറില്ലേ? പുട്ടല്ലേ ഉണ്ടാക്കി തരാറ്? ഇന്നാൾ പുട്ടല്ലേ ഉണ്ടാക്കി? അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആണ്.